ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ മാത്രം 90,000-ലധികം പേർ ദർശനം നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. മന്ത്രി കെ പി ഗണേഷ് കുമാർ ഇന്ന് പമ്പയിലെത്തുന്നുണ്ട്. പുതിയ KSRTC ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് മന്ത്രി പമ്പയിൽ നിർവഹിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരും. അപ്പോൾ കുറേ അധികം നല്ല വണ്ടികൾ ഇടാൻ പരിപാടി ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ ഫ്ലാഗ് ഓഫ് മന്ത്രി തന്നെ ഇന്ന് പമ്പയിൽ നേരിട്ട് നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. 90,000-ലധികം ആളുകൾ ദർശനം നടത്തുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മുടെ റോഡിൽ സഞ്ചരിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുന്നത് നമുക്ക് മനസ്സിലാകുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ശബരിമല സന്നിധാനത്ത് തന്നെയാണ് ഈ പുലരിയിലുമുള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മരക്കൂട്ടം കഴിഞ്ഞ് ശബരിപീഠമൊക്കെ കടന്നായിരുന്നു ആളുകൾ കടന്നു പോയിരുന്നത്. സ്വാഭാവികമായി വലിയ തിരക്ക് ആ മേഖലയിൽ കുട്ടികളടക്കം മുതിർന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇതിന് ദർശനത്തിനായി എത്തിയിരുന്നു. ഇന്നലെ ഏതാണ്ട് 90,000-ലധികം 96,000 എന്നൊരു കണക്കൊക്കെയാണ് PRD പോലീസും ദേവസ്വം ബോർഡും ഒക്കെ PRDയിലൂടെ നമുക്ക് നൽകുന്നത്. ഒരുപക്ഷെ പമ്പയിലെത്തിയ ഭക്തരുടെ എണ്ണം കണക്ക് കൂട്ടുമ്പോൾ, ഇന്നലെ കൂടി എത്തിയ ഭക്തരുടെ എണ്ണം കണക്ക് കൂട്ടുമ്പോൾ മലചവിട്ടിയവരുടെ എണ്ണത്തിൽ അത് ഏതാണ്ട് 1,00,000-ഓളം കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് പമ്പയിൽ KB ഗണേഷ് കുമാർ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം പമ്പയിൽ വെച്ച് ചേരുമെന്നാണ് അറിയുന്നത്. മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾക്കായി നട തുറന്നതിന് ശേഷം പുതിയ KSRTC ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം അടക്കം നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. പുതിയ ഈ മകരവിളക്ക് ദിവസം പുതിയ സർവീസുകൾ, അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം അത് പ്രമാണിച്ചുകൊണ്ടുള്ള സർവീസുകൾ ആരംഭിക്കാൻ KSRTC പദ്ധതിയിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട യോഗമൊക്കെ ആ മേഖലയിൽ എത്തിച്ചേരും, നടക്കും. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. 14-നാണ് മകരവിളക്ക് ചടങ്ങ് നടക്കുന്ന, മകരജ്യോതി ചടങ്ങ് 14-നാണ് നടക്കുന്നത്. അതിനുശേഷം ആയിരിക്കും ഭക്തർ മലയിറങ്ങിപ്പോവുക. ഇപ്പോൾ തന്നെ പല മേഖലകളിലും, അതായത് വനത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തരൊക്കെ പലരും മകരവിളക്ക് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് സന്നിധാനത്തിന്റെ പരിസരങ്ങളിലൊക്കെ തമ്പടിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് അവരെ കണ്ടെത്തി പരമാവധി പമ്പയിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ തന്നെ ശബരിമലയിലുണ്ട്, സന്നിധാനത്തുണ്ട്. നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വളരെ സുഖമായി തന്നെ മല കയറാൻ കഴിയുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.